സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുകയാണ്. ഉയർന്ന താപനില മാറ്റമില്ലാതെ തുടരുന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് എന്നാണ് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സാന്ത്വന സാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാന്ത്വന, 12 ജില്ലകളിൽ നിലവിലെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ആവർത്തിച്ച് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ബന്ധപ്പെട്ടവർ വെക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു വേനൽ മഴ എത്താനുള്ള സാധ്യത, ഒരു മഴ ലഭിക്കാനുള്ള സാധ്യത കൂടി പറയുന്നുണ്ടല്ലോ സാന്ത്വന സാജു. റിജിത്ത്, ശ്രുതി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം വലിയ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ച് തുടങ്ങിയപ്പോൾ മുതൽക്ക് തന്നെ വലിയ ചൂടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ചൂട് കൂടുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് 12 ജില്ലകളിൽ ഇപ്പോൾ താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പില്ലാത്ത 2 ജില്ലകൾ മാത്രമാണ് നിലവിലുള്ളത്. ഒന്ന് ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ ഒന്ന് വയനാട് ജില്ലയുമാണുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും നിലവിൽ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന 2 ജില്ല എന്ന് പറയുന്നത് ഒന്ന് പാലക്കാട് ജില്ലയും ഒന്ന് കൊല്ലം ജില്ലയും തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ അവിടെ 38 ഡിഗ്രിക്ക് മുകളിൽ താപനില രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മറ്റു പല ജില്ലകളിൽ 37, 36 തുടങ്ങിയ താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രേഖപ്പെടുത്തുന്ന താപനില ഇതാണെങ്കിൽ പോലും നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂട് പലപ്പോഴും ഇതിനേക്കാൾ മുകളിലാണ്. അല്ലെങ്കിൽ ഒരു 40 ഡിഗ്രിക്കൊക്കെ മുകളിൽ ചൂട് നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ഹ്യൂമിഡിറ്റിയുടെയും യുവി ഇൻഡെക്സിന്റെയും ഒക്കെ ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് കൂടുതൽ ചൂട് നേരിട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതരിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ചൂടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും അടക്കം വ്യക്തമാക്കുന്നത്. ഇന്നലെ ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ സൂര്യാഘാതമേറ്റു എന്നുള്ള ഒരു വിവരമൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 11-നും 3-നും ഇടയ്ക്കാണ് ഏറ്റവും തീവ്രമായ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒന്നുകൂടെയൊക്കെ എടുത്തു പോകുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഈ കറുത്ത ഡ്രസ്സ് അതുപോലെ തന്നെ ഈ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ഇട്ട് പോകുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഗർഭിണികൾ, കുട്ടികൾ, ഇത്തരം ആളുകളൊക്കെ തന്നെയും കുറച്ച് ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാരണം അത്തരം ആളുകൾക്കാണ് പ്രധാനമായും ഈ വലിയ ചൂടിന്റെ പ്രശ്നം അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അധികൃതർ എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പോകാം. അതുപോലെ തന്നെ കൃത്യമായി വെള്ളം കുടിക്കണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. റിജിത്ത് ആദ്യം ചോദിച്ചതുപോലെ തന്നെ മഴയുടെ ചെറിയ ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ ആശ്വാസകരമായ ഒരു കാര്യം. വെള്ളിയാഴ്ച മുതൽക്ക് തന്നെ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. വരുന്നൊരു വെള്ളിയാഴ്ച മുതൽ ഒരു 3 ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും തന്നെ ചെറിയ രീതിയിലുള്ള ഇടിമിന്നലോട് കൂടിയ ഒരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് നിലവിൽ എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. ശരി, സാന്ത്വന സാജു വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം, നന്നായി വെള്ളം കുടിക്കണമെന്ന നിർദ്ദേശമൊക്കെ ബന്ധപ്പെട്ടവർ നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായി പാലിക്കുക. 12 ജില്ലകളിൽ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു.